പോക്കോയുടെ പോക്കോ C65 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ 128 GB ഇന്റേണൽ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ 4 GB റാമും 128 GB ഇന്റേണലുമാണ് വരുന്നത്. ഇത് കൂടാതെ 6 GB റാമും 128 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 8 GB റാമും 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. 256 GB ഇന്റേണൽ വെർഷനൊക്കെ നമുക്ക് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രോസസ്സർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, 8000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ തന്നെ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M5ലും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.09mm ആണ്. പിന്നെ ഈ ഫോണിന്റെ മാറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ പാസ്റ്റൽ ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും HD റെസൊല്യൂഷനൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നുണ്ട്. ഇതേ സെയിം ബ്രാൻഡിൽ നിന്ന് വരുന്ന സ്മാർട്ട് ഫോണാണ്. അതിലാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M5ലും 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബ്രാൻഡിൽ നിന്ന് തന്നെ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന വേറെ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോൺ മാത്രം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഇതേ ബ്രാൻഡിൽ നിന്ന് പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതാണെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. അതിലാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ ആയിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ആ ഫോണിൽ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പുമാണ് ആ ഫോണിൽ വരുന്നത്.
അപ്പം കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോൺ ഇതേ ബ്രാൻഡ് ഇപ്പോൾ സെയിൽ നടത്തുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB RAM 128GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 8499 രൂപയാണ്. 6GB RAM 128GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 9499 രൂപയാണ്. അതുപോലെ തന്നെ 8GB RAM 256GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ICICIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഡിസംബർ 18 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ മാത്രം വെച്ച് നോക്കുമ്പോൾ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ല ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കോമ്പറ്റീഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ ഓൾറെഡി സെയിലുണ്ട്. അതിലാണെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പം കുറച്ചും കൂടി കഴിയുമ്പം ഈ ഒരു പോക്കോ M5ൻ്റെ സെയിൽ അവർ സ്റ്റോപ്പ് ചെയ്തേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷനിൽ ഈ ഫോൺ മാത്രം ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് മാറിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ സെയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ പോക്കോയുടെ തന്നെ ഒരു ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.